നമസ്കാരം, ഞാൻ മൃണാൾ. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എന്ത് മെനു ആണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് വേണം, ഇത് വേണം, ബിരിയാണി വേണം, മന്തി വേണം, ചൈനീസ് വേണം, നോർത്ത് ഇന്ത്യൻ വേണം, അറബിക്ക് വേണം എന്നൊക്കെ പറയും. ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് ഞാൻ ഓരോരാളെയും പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പക്ഷെ ഓരോരാളോട് പറയുന്നതിനേക്കാളും ഭേദമാണല്ലോ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു. എല്ലാ റെസ്റ്റോറൻറ്റും അവരുടെ കിച്ചണും അവിടുത്തെ പ്രിപ്പറേഷനൊന്നും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അവരുടേതായിട്ടുള്ള ഒരുപാട് സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും പുറത്ത് പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇതിനെ സമ്മതിച്ച ഒരു കൂട്ടരുണ്ട്, അവരുടെ റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത്. ഇത് വയനാട്ടിലുള്ള വിൽട്ടൺ റെസ്റ്റോറൻ്റ് ആണ്, സുൽത്താൻ ബത്തേരിയിൽ. ഞാൻ ശ്രമിക്കുന്നത് ഒരു 100 കൂടുതൽ സീറ്റുള്ള AC ഒക്കെ ഉള്ള ഒരു സാധാരണ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു ധാരാളം റെസ്റ്റോറൻറ്റുകൾ എല്ലാ സിറ്റീസിലും ഉണ്ട്. അതുപോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് കിച്ചൺ സൈഡിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റും എത്രത്തോളം അധ്വാനം ആവശ്യമുണ്ട്, ഇത് കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വിൽട്ടണിൽ വന്നിട്ടുള്ള ആളുകൾ അവിടുത്തെ ഭക്ഷണം നല്ല എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള ഫ്രെയിംസ് ഒക്കെയാണ്. അപ്പോൾ ഇത് ഇൻറ്റീരിയറിൻ്റെ ഒരു പാർട്ടാണ്, ആംബിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ആംബിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 100 സീറ്റുള്ള റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് 10 ലക്ഷമോ 20 ലക്ഷമോ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ സ്പെൻഡ് ചെയ്തു എന്ന് വരും. പക്ഷേ എത്ര കുറച്ചാലും കിച്ചൺ സൈഡിൽ കുറയ്ക്കാൻ പറ്റുന്നതിന് പരിമിതിയുണ്ട്. കാരണം 10-16 ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ. അത് തന്നെ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്നാക്സ് ഇന്നിപ്പോൾ ചായപ്പൊടിയെ പോലെ ഒരുപാട് സംഭവങ്ങൾ സ്നാക്സും ചായയും മാത്രമായിട്ട് സിംഗിൾ ക്യൂസീനായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് സ്നാക്സ് 4-5 ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതാണ് ഒരു ചായപ്പൊടി റെസ്റ്റോറൻറ്റ് തമ്മിലുള്ള വ്യത്യാസം. എല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും റെസ്റ്റോറൻറ്റിൽ നിന്ന്. അപ്പം ഇവിടെ അപ്പം ഉണ്ടാക്കുന്നത് പൂ പോലുള്ള അപ്പമാണ്. പൂ പോലുള്ള അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഷേപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ പൂ പോലുള്ള അപ്പം ഉണ്ടാക്കുന്ന ഒരുപാട് ഷെഫ്മാരുണ്ട്. നമ്മുടെ ഗോപിയേട്ടൻ, അനിയൻ രാജു ഒക്കെ കിടിലായിട്ട് ഉണ്ടാക്കും. പാരഗണിലൊക്കെ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ ഇത് എന്നോട് ആധികാരികമായിട്ട് ഇത് കഴിച്ചിട്ട് ഒരാൾ എന്നോട് പറഞ്ഞതാണ്, അത് പൂവിൻ്റെ ഷേപ്പിലുള്ളൊരു അച്ചുണ്ട്, അതിലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല, നമ്മൾ വെറുതെ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെയാണ് ഈ പൂ പോലുള്ള അപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ കാണിക്കുന്നത് ആ മനുഷ്യൻ്റെ അധ്വാനം കണ്ട. ആ മാവ് ഒഴിച്ചിട്ട് മാവ് ഡ്രൈ ആവുന്നതിന് മുമ്പ് ആ ചട്ടി പല രീതിയിൽ ചെരിച്ചിട്ടാണ് ഈ പൂ പോലുള്ള അപ്പം ഉണ്ടാക്കുന്നത്. 8 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 6 ഇതളെങ്കിലും മിനിമം വേണം. ചില്ലറ പണിയല്ല, ടൈമിങ് കറക്റ്റായിരിക്കണം. അതുപോലെ തന്നെ 8 ചട്ടി കണ്ടില്ലേ, ഈ 8 ചട്ടിയിൽ 8ാമത്തെ ചട്ടിയിൽ അപ്പം ഒഴിച്ചിട്ടാവുമ്പോൾ 1ാമത്തെ ചട്ടിയിൽ അപ്പം വെന്തിട്ടുണ്ടാവും. അപ്പം അത് എടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ചുടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൈക്കോ അല്ലെങ്കിൽ മനസ്സിനോ ഒരു വിശ്രമം ഉണ്ടാവില്ല. ഫുൾ ടൈം ഈ പണിയാണ്. ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ, അത് കിച്ചണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്, ഹ്യൂമൻ ഫാക്ടർ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡേൺ കിച്ചണിൽ എക്യുപ്മെൻറ്റ്സ്. എത്ര നല്ല ജോലിക്കാരനായാലും വേണ്ട ചട്ടി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ വേണ്ട തീ കറക്റ്റായിട്ട് എല്ലാ ബേർണറിലും ഉള്ള ഒരു സ്റ്റൗ അല്ല ഉള്ളതെങ്കിൽ ഒരു കാര്യമില്ല, നന്നായി ഉണ്ടാക്കാൻ പറ്റില്ല സാധനം. നമ്മൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല. അപ്പോൾ എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രാധാന്യം വളരെ വളരെ കൂടുതലാണ് ഇന്നത്തെ കിച്ചണുകളിൽ. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് സാധനങ്ങൾ ഉണ്ടായി വരണം. നമുക്ക് എറേഴ്സിന് സ്കോപ്പില്ല. ഒരു കസ്റ്റമറും ഒരു എറർ സഹിക്കുന്നൊരവസ്ഥയല്ല ഇന്നുള്ളത്. കസ്റ്റമേഴ്സ് കുറേയും കൂടെ ഡിമാൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരും, ഈ ജോലി ചെയ്യുന്നവർക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ അവർ വരാൻ തയ്യാറാവില്ല. കാരണം അവർക്ക് അറിയാം ഇത്രയും നല്ല എക്യുപ്മെൻറ്റ്സും സൗകര്യങ്ങളും ഇല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടായാലും ജോലിക്കാർക്ക് വേണ്ടിയിട്ടായാലും നമ്മൾ നല്ല എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കിയേ പറ്റും. ഈ പൊറോട്ട പരത്തുന്നത് ഒരു സ്റ്റോണിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ സ്റ്റോണ് മുകളിലുള്ള ഒരു ടേബിളിന് അത്രത്തോളം വിലയുണ്ട് എന്നുള്ളത് അറിയാലോ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം. പണ്ടത്തെ പൊറോട്ടക്കല്ല് 80x80 ഒക്കെ ആയിരുന്നു. ഇന്ന് പൊറോട്ടക്കല്ല് എന്ന് പറയുന്നത് ഒരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന അത്രയും വലുതാണ്. കല്ല് വലുതാവുന്നതിനനുസരിച്ച് ചൂടിന്റെ ഡിസ്ട്രിബ്യൂഷനും പ്രശ്നമാവും. അപ്പം നീളത്തിലുള്ള 5-6 ബേർണേഴ്സ് വേണ്ടി വരും ഇതിൻ്റെ അടിയിൽ, ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ എത്തുന്നത്. ഇതിനൊക്കെ കാശ് ഇങ്ങനെ കൂടി വരും. ടെക്നോളജി നമുക്ക് നല്ലത് വേണ്ടതിനനുസരിച്ച്. നല്ല ടെക്നോളജി കിട്ടിയില്ലെങ്കിൽ തീ കറക്റ്റ് ആവില്ല. തീ കറക്റ്റ് ആയില്ലെങ്കിൽ ഒന്നുകിൽ പൊറോട്ട കരിഞ്ഞു പോവും, അല്ലെങ്കിൽ പൊറോട്ട ആവശ്യത്തിന് വേവില്ല. പൊറോട്ട മൈദയാണല്ലോ, അത് ആവശ്യത്തിന് വെന്തില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ എത്ര നല്ല ജോലിക്കാരുണ്ടായാലും, ഓഫ് കോഴ്സ് നല്ല ജോലിക്കാർ വേണം, നല്ല ജോലിക്കാരില്ലെങ്കിൽ കാര്യം നടക്കില്ല. എത്ര നല്ല ജോലിക്കാരുണ്ടായാലും എക്യുപ്മെന്റ്സ് നല്ലതല്ലെങ്കിൽ ഒരു പൊറോട്ട പോലും നന്നായി ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് ഫിനിഷ് ചെയ്യുന്ന ജോലിക്കാരൻ്റെ കഴിവ്. പൊറോട്ട അടിച്ചത് വേണ്ട, സ്നേഹത്തോടു കൂടി. അതാണ് ആ ഫിനിഷിങ്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ്, കേരള ബൾക്ക് കുക്കിങ്ങിലെ കറികൾ. നമ്മൾ 2 ടൈപ്പിൽ കറി ഉണ്ടാക്കാം. അപ്പോൾ ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ബൾക്കായിട്ട് കുക്ക് ചെയ്യാം. ഒരുപാട് കറികൾ ബൾക്കായിട്ട് കുക്ക് ചെയ്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കേരള സ്റ്റൈല് പല കറികൾ, ഈവൻ മീൻകറി അടക്കം, ഇതിപ്പോൾ 2 മീൻകറികളാണ്, അവരുടെ മീൽസിൻ്റെ കൂടെ കൊടുക്കാനുള്ള കറികളൊക്കെയാണ്. അതൊക്കെ മെല്ലെ 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 നിന്ന് കുക്ക് ചെയ്ത് ഉണ്ടാക്കണം. പായസം നിന്ന് ഇളക്കുക തന്നെ. അത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇളക്കി ഉണ്ടാക്കുന്ന പാൽപ്പായസം അമ്പലപ്പുഴ പാൽപ്പായസമാണ്. എനിക്കത് ഉണ്ടാക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാണാം, ഒരു ദിവസം കാണാം. അപ്പോൾ 4ാമത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് മീൽസിൻ്റെ കൂടെ കൊടുക്കാനുള്ള കറികളായാലും, അല്ലെങ്കിൽ ഒരു പൊറോട്ടയുടെ കൂടെ കൊടുക്കാനുള്ള ഒരു മീൻകറി ആയിരിക്കും, അല്ലെങ്കിൽ മട്ടൻ ചാപ്സ് ആയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് നിന്ന് രാവിലെ, അതായത് ഒരു 11 മണിക്ക് റെസ്റ്റോറൻറ്റിൽ കൊടുക്കേണ്ട സാധനം ചിലപ്പോൾ 5-6 മണിക്കൂർ മുമ്പ് ഉണ്ടാക്കി തുടങ്ങണം. മണിക്കൂറിൻ്റെ കണക്കിലൊന്നും വലിയ കാര്യമില്ല. നന്നായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ എത്ര മണിക്കൂർ എടുത്ത് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ബിരിയാണി. നല്ലൊരു ബിരിയാണി ഷെഫിനെ കിട്ടാനാണ് പല റെസ്റ്റോറൻറ്റിലെയും ഓണർമാർ ഓടിപ്പാഞ്ഞ് നടക്കുക. കാരണം അത്രയും ശമ്പളം കൊടുത്താലും എത്ര സൗകര്യങ്ങൾ കൊടുത്താലും നല്ല ബിരിയാണി ഷെഫ്മാരെ കിട്ടാൻ വലിയ പാടാണ്. ബിരിയാണിയുടെ മസാല സെപ്പറേറ്റ് ഉണ്ടാക്കുന്നു, അരി സെപ്പറേറ്റ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ദമ്മിടും. ട്രഡീഷണൽ വഴികൾ തന്നെയാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതിൻ്റേതായിട്ടുള്ള സ്ഥലം എല്ലാം വേണം. ഇത് പ്രിപ്പറേഷൻ ഏരിയ ആണ്. ഇവിടെ കുക്കിംഗ് ഒന്നും നടക്കുന്നില്ല. ഫുഡിന്റെ പ്രിപ്പറേഷൻ, അതായത് നമുക്കൊരു അപ്പം ചുടാനുള്ള മാവ് അരയ്ക്കുന്നത് മുതൽ വെജിറ്റബിൾസ് ശരിയാക്കുക, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇത് ഈ റെസ്റ്റോറൻറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ ഏരിയ ആണ്, വേറെയുണ്ട്. പല സംഭവങ്ങൾ കൃത്യമായി വൃത്തിയാക്കി മസാല ഇട്ട് ഇങ്ങനെ റെഡി നിൽക്കുകയാണ്. ഇതാണ് ഒരു കേരള റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊന്ന്, ഫ്രൈ. ഞാൻ മുമ്പ് വഴിയോരക്കടയുടെ ഒരു ബ്ലോഗ് ചെയ്തപ്പോൾ അതിൽ ഈ എണ്ണ കറുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിന് വേണ്ടി തുറന്നിട്ട് 3/4 മണിക്കൂറേ ആയിട്ടുള്ളൂ, ലഞ്ച് ബിസിനസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ 3/4 മണിക്കൂർ നേരം ചിക്കൻ പൊരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മസാല കരിഞ്ഞ എണ്ണയെ പിടിക്കും. എണ്ണയുടെ കളർ ചെറുതായിട്ട് മാറുകയും ചെയ്യും. ഇതൊക്കെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ കയറി നേരിട്ട് കണ്ടാലേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമ്മുടെ വീട്ടിലെ പോലെ അല്ല റെസ്റ്റോറൻറ്റിൽ. വീട്ടിൽ നമ്മൾ 4 പേർക്കുള്ള ചിക്കൻ പൊരിച്ചിട്ട് അങ്ങ് മാറ്റി വെക്കുകയല്ലേ. റെസ്റ്റോറൻറ്റ് അങ്ങനെ അല്ലല്ലോ. 100 കണക്കിന് പേർക്കുള്ള ചിക്കനൊക്കെ അല്ലേ പൊരിക്കുന്നത്. ഇതിപ്പോൾ കോക്കനട്ട് ഓയിലാണ് പൊരിക്കുന്നത്. ഓയിലിന് അനുസരിച്ച് ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇത് ചിക്കൻ വറുത്ത് നിറക്കാനുള്ള സാധനമാണ്. ഇതിനകത്ത് മുട്ടയാണ് നിറക്കാൻ പോകുന്നത്. ഇത് പൊരിക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലല്ല. ചിക്കനെ കിടത്തി പൊരിച്ചാണ്, നിർത്തിയല്ല. ഈയിടെ ആരോ ഏതൊരു വീഡിയോ ഇടയിൽ കമന്റ് ചെയ്തിട്ട് കണ്ടു, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടേ കിച്ചണിൽ പണിയെടുക്കാൻ പാടുള്ളൂ. അത് ഈ കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം എങ്ങനെ ചെയ്യണമെന്ന്. അതിപ്പോൾ നിങ്ങളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടെന്നാണ് അവരുടെ പൊതുവെയുള്ളൊരു അഭിപ്രായം. ഞാൻ കുറച്ചുകൂടി ചോദിച്ചേ, അതവർ പറഞ്ഞ് നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇളയ കോഴിയാണ്, അതുകൊണ്ട് പെട്ടെന്നാവും. നല്ല ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ മസാലയും ചിക്കനൊക്കെ കരിഞ്ഞു പോകും. ഇടക്കിടക്ക് തൊട്ട് നോക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കുകയും ചെയ്യും. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഈ ചൂടത്ത് നിന്നിട്ട് വേണം ഈ പണിയൊക്കെ എടുക്കാൻ. പിന്നെ വയനാട്ടിൽ പൊതുവെ അത്ര ചൂടില്ല പുറത്ത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചിക്കൻ ഇട്ടപ്പോൾ പാത്രം നിറയുണ്ടായിരുന്നു, ഇപ്പൊ പകുതിയായി. ഒരു സൈഡ് വെന്തപ്പോഴേക്ക് തന്നെ. എനിക്ക് ഇങ്ങനത്തെ കോഴി കാണുമ്പോൾ ഭയങ്കര മസിലുള്ള ആൾക്കാരുടെ ഫോട്ടോ കാണൂലേ, അതും ഓർമ്മ വരും. പിന്നെ മറ്റേ മോഹൻലാല് കോഴീനെ ഉണ്ടാക്കുന്നില്ലേ ബോയിങ്ങിൽ, അതും ഓർമ്മ വരും. ഇത് ചിക്കനിൽ നിറക്കാനുള്ള കാടമുട്ടയാണ്. ഇതും സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് പൊരിച്ചത്. ചിക്കനും അങ്ങനെ തന്നെയാണല്ലോ. ഇത് ചിക്കനകത്തേക്ക് ഓരോരോ മുട്ടകളായി ഇങ്ങനെ നിറക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ മസാലയും വെച്ചിട്ട് ഡിഷ് ഫിനിഷ് ചെയ്യും. നമുക്ക് എക്യുപ്മെന്റ്സിലേക്ക് തിരിച്ചു വരാം. റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അവരെന്നെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ. 30 ലക്ഷം റുപ്യ ഇവിടെയുള്ള സാധനങ്ങൾ തൂക്കി വിറ്റാൽ കിട്ടുന്ന വിലയാണ്. ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അതുകൊണ്ടാണ് പലരും ഇന്നത്തെ കാലത്ത് മന്തി മാത്രമായിട്ടും അല്ലെങ്കിൽ പുട്ട് മാത്രമായിട്ടൊക്കെ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. കാരണം ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭീകരമാണ്. അതിനനുസരിച്ച് നമ്മൾ മലയാളികൾ ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കൂല, പറ്റുവച്ച കുറ്റം പറയുകയും ചെയ്യും. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് പൈസ ചിലവാകുന്ന സംഭവമാണ് ഈ ഫുഡ് ഒരുപാട് വേണം. ഇതിപ്പോൾ ഒരു 2 സെക്ഷൻ്റെ ഫുഡേ നിങ്ങളിപ്പോൾ കാണുന്നുള്ളൂ. പിന്നെ ഈ സാധനം ഫ്രഷ് എയർ
ഇൻപുട്ടാണ് കിച്ചണിലേക്കുള്ള. ഫ്രഷ് എയർ വരുന്നതിനനുസരിച്ചാണ് ഫുഡ് സക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അകത്ത് എയർ ബാലൻസ് ഉണ്ടാവില്ല. അപ്പോൾ ടെമ്പറേച്ചർ പ്രശ്നങ്ങൾ ഒരുപാട് വരും. ഇത് ചൈനീസ് സെക്ഷനാണ്. ചൈനീസിലാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട റിക്വയർമെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ കുറേ എക്യുപ്മെൻറ്റ്സ് അതിനും വേണം. പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയുണ്ട്, ഇനിയുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ സെക്ഷനാണ്. ലൈറ്റായിട്ടൊരു പാലക് പനീറാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ദുബായിലെ ഉസ്താദ് ഹോട്ടലിലെ ബിനീഷാണ് ഈ ചട്ടിച്ചോറിൻ്റെ ഒരു രാജാവ്. ഇവിടെ നല്ല അസ്സല് ചട്ടിച്ചോറുണ്ട് കേട്ടോ. സാധനങ്ങളിങ്ങനെ എന്ത് കയറുകയാണ്. ഇതിനാകെ 150 രൂപയേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, കാളനുണ്ട്, പപ്പടമുണ്ട്, സകലതും ഉണ്ട്. ഈ ചട്ടി കാണുന്ന പോലെ അല്ല കേട്ടോ, ഇത് ഭയങ്കര വലിയ ചട്ടിയാണ്. ഇത് കഴിച്ചു തീർക്കാൻ നല്ല പാടുപെടേണ്ടി വരും. ഇത് 150 രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നത്. 150 രൂപയ്ക്ക് വിൽക്കുന്ന ഈ സാധനത്തിൽ കയറുന്ന മൊത്തം സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ള ചിലവ് മാക്സിമം അതിൻ്റെ പകുതിയാവാൻ പാടും. അതായത് 75 രൂപ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല, മൊത്തം പ്രശ്നവും. നമുക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റോടെ കാണിച്ചിട്ട് നിർത്താം. 10 എണ്ണം ആയല്ലോ. ചായ, കാപ്പി, ഹോർലിക്സ് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുക. ഈ നല്ലൊരു ചായക്കാരനെ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ വലിയ പാടാ. കൈ പോകുന്ന പോക്ക് എത്ര പെട്ടെന്നല്ലേ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ചായക്കാരനുള്ളത് വഴിയോരക്കടയിലാണ് തിരുവനന്തപുരത്ത്. അതുപോലെ നമ്മുടെ ബാലേട്ട് നന്നായിട്ട് ചായ ഉണ്ടാക്കും. പണ്ട് ദേറ നോട്ട്ബുക്കിൽ ഉണ്ടായിരുന്നു. മൂപ്പരിപ്പോൾ എവിടെ ഉള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചായ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഷാർജ നോട്ട്ബുക്കിൽ ഉണ്ടായിരുന്ന മണിച്ചേട്ടൻ നന്നായിട്ട് ചായ ഉണ്ടാക്കും. പാരഗണിൽ നല്ല ചായ കിട്ടും. ഒരുപാട് സ്ഥലത്ത് നല്ല ചായ കിട്ടും. പാരഗണിൽ ഈ ലെയർ ആയിട്ടുള്ള ചായ ഉണ്ട്. അപ്പോൾ പാരഗണിൽ അതിൻ്റെ പേര് ഡാൻസിങ് ടീ എന്നാണ്. അപ്പോൾ പിന്നെ ഞാൻ മറ്റേ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് മെനു ഉണ്ടാക്കുമ്പോൾ പേര് മാറ്റി ബോളിവുഡ് ടീ എന്നാക്കി. അടിച്ചു മാറ്റൽസ് ജീവിക്കണ്ടേ. ഇത് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഇങ്ങനെ കുറേ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്.